ഹായ്, നമ്മൾ ഇന്നിവിടെ നഴ്സിംഗ് ബോട്ടിൽ കേരീസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ചില കുഞ്ഞുങ്ങളിൽ കാണാം മുൻനിരയിലെ പല്ലുകളെല്ലാം കറുത്തിട്ടിരിക്കുന്നത്. ആ ഒരു ടൈപ്പിൽ കാണപ്പെടുന്ന കേടുകളെയാണ് നമ്മൾ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്ന് വിളിക്കുന്നത്. മെയിൻലി അതൊരു കുഞ്ഞിനെ രാത്രിയിൽ അല്ലെങ്കിൽ കുപ്പിപ്പാൽ കുടിച്ച് കിടക്കുന്ന ഒരു ശീലം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഷുഗറീസ് ജ്യൂസ് അങ്ങനെയൊക്കെ കുടിച്ചാണ് ഉറങ്ങുന്ന ഒരു ശീലമുള്ളെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു തരം കേടുകളാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ്. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ പ്രിവെൻറ്റീവായിട്ടൊരു പാർട്ടെന്ന് വെച്ചാൽ നമ്മളങ്ങനെ കണ്ടിന്യൂസ് എക്സ്പോഷർ ഓഫ് ദ ഷുഗറി സബ്സ്റ്റൻസിനെ അവോയ്ഡ് ചെയ്യുക എന്നത് മാത്രമാണ്. അപ്പം കുഞ്ഞുങ്ങൾ അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പാല് കുടിച്ചാലേ ഉറങ്ങുകയുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് അമ്മമാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞ് പാല് കുടിച്ച് കഴിയുമ്പോഴത്തേനും ഒരു ചെറിയൊരു കോട്ടൺ വെള്ളത്തിൽ മുക്കിയിട്ട് ഗംസിനെയും പല്ലിനെയും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ പാല് കുടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ എന്താണ് ആ ഒരു ഷുഗറി സബ്സ്റ്റൻസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് എക്സ്പോഷറിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. ഇത് മെയിനായിട്ട് ഫസ്റ്റ്ലി ഒരു വൈറ്റ് സ്പോട്ടായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് സാധാരണയായിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് അത് ബ്രൗൺ സ്പോട്ടാവും, പിന്നീടാണ് അതൊരു ഡാർക്ക് ബ്ലാക്ക് കളറിലേക്കൊക്കെ ചേഞ്ച് ആവുന്നത്. ചില സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ടൂത്തിൽ പെയിനും സെൻസിറ്റിവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഫില്ലിങ്സ് മാത്രം പോരാ, അതിൻ്റെ കൂടെ തന്നെ റൂട്ട് കനാൽ പോലെ അല്ലെങ്കിൽ പൾപ്പെക്ടമി പോലെയുള്ള പ്രൊസീജിയേഴ്സും ചെയ്തു കൊടുക്കണം. ചില കുഞ്ഞുങ്ങളിൽ ഇത് പഴുക്കാനും അല്ലെങ്കിൽ സ്വളൻ ഗംസിനൊക്കെ കാരണമാകുമ്പോൾ നമ്മൾ പല്ലെടുത്ത് കൊടുക്കേണ്ടതും, പക്ഷേ അത് പിന്നീട് വരാൻ പോകുന്ന പെർമനൻറ്റ് പല്ലുകളെ ബാധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മെയിൻലി ഈ ഒരു പ്രശ്നത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒരു കറക്റ്റ് ടൈമിൽ ഒരു വീനിങ് അല്ലെങ്കിൽ ഈ ഒരു പാല് കുടിച്ച് കിടക്കുന്ന ഒരു സ്വഭാവത്തെ നിർത്തുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രൊസീജിയറിലൂടെ മാത്രമേ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ.